ബിഗ് ബോസ് വീട്ടിൽ വൈൽഡ് കാർഡായി എത്തിയിരിക്കുന്നത് രണ്ട് അഭിഷേകുമാരാണ്. ഒന്ന് അഭിഷേക് ജയദീപ്. ആള് ഒരു LGBTQ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ മറ്റൊരു അഭിഷേക് എന്ന് പറയുന്നത് രണ്ടുപേരും പേര് സെയിം ആണെന്നുണ്ടെങ്കിൽ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ്. ഒന്ന് LGBTQ റെപ്രസെന്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ ഒന്ന് അവർക്കെതിരെ സംസാരിക്കുന്ന വ്യക്തിയാണ് അഭിഷേക് ശ്രീകുമാർ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ അഭിഷേക് ശ്രീകുമാറിന് ഇപ്പോൾ തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ 9 വോട്ടുകളോടെയാണ് അഭിഷേക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. പക്ഷെ എന്നിട്ട് പോലും ഇവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സ് ഈ ഒറ്റ ദിവസം കൊണ്ട് അഭിഷേക് ശ്രീകുമാറിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി എന്നുള്ള ലെവലിൽ മാത്രമാണ് അഭിഷേകിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ കമ്മ്യൂണിറ്റിക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഒരു കമ്മ്യൂണിറ്റിയെയും ഇവിടെ കുറ്റം പറയാനായിട്ട് അവസരമില്ല. പക്ഷേ ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരെ സംസാരിച്ചു അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് അവിടെ ബിഗ് ബോസ് വീട്ടിൽ എത്തുന്നതിന് മുമ്പ് ആ മത്സരാർത്ഥിയെ പുറത്താക്കണം എന്ന് പറയുന്നതിനോട് പ്രേക്ഷകർക്ക് എന്തോ യോജിപ്പില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അഭിഷേക് ശ്രീകുമാറിനെ 9 വോട്ടുകൾ കിട്ടി എന്നുണ്ടെങ്കിൽ അതിൽ പരം സപ്പോർട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്നത്. അവിടെ മറ്റേ അഭിഷേക് ആണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് തന്നെയാണ്. ബിഗ് ബോസ് അബി എന്നാണ് പേരിട്ടിരിക്കുന്നത്. അബി ആണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. നന്നായി സംസാരിക്കുന്ന ഒക്കെയുണ്ട്. പക്ഷേ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 എപ്പോഴും വേണ്ടത്, ഇപ്പോഴത്തെ അവസ്ഥയിൽ വേണ്ടത് ഭയങ്കര പവർഫുൾ ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അത് എന്തുകൊണ്ടോ പലർക്കും അഭിഷേക് ശ്രീകുമാർ എന്ന മത്സരാർത്ഥിയിൽ തോന്നിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ 9 പേര് നോമിനേറ്റ് ചെയ്യുന്ന സമയത്തും അഭിഷേകിനെ വിളിക്കുന്ന സമയത്ത് വളരെ കൂളായി വന്നു നിന്നുകൊണ്ട് അവർ പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാനും കേൾക്കാനും വളരെ കൂളായി നിന്ന് അത് സ്വീകരിക്കാനും അവിടെ കാണിച്ചൊരു ധൈര്യമുണ്ട്. അവിടെ ഒന്നിനും ഒരു കുറ്റം പറയാതെ ഞാനിത് നേരിടാൻ തയ്യാറാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ചങ്കൂറ്റം, അത് തന്നെയാണെന്ന് തോന്നുന്നു പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് തോന്നുന്നു അഭിഷേക് നല്ല രീതിയിൽ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ വൺ ഓഫ് ദി പവർഫുൾ കണ്ടസ്റ്റന്റ് ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അഭിഷേക് ശ്രീകുമാർ എന്തായാലും ഇത്രയും ഒരു 1 ഡേ കൊണ്ട് നല്ലൊരു ഫാൻ സപ്പോർട്ടാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്.